എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ സംശയ നിവാരണം എന്ന പങ്ക്തിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ സംശയ നിവാരണം എന്ന പങ്ക്തി ഇന്നലെയാണ് തുടങ്ങിയത്. തുടങ്ങാൻ കാരണം ധാരാളം പ്രേക്ഷകർ പല വിധത്തിലുള്ള സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംശയങ്ങളിൽ ചിലതെല്ലാം പൊതുവായി എല്ലാവർക്കും ഉപകാരപ്രദമായ തരത്തിലുള്ളതുമാണ്. അങ്ങനെ പൊതുവായി എല്ലാവർക്കും ഉപകാരപ്രദമായ തരത്തിലുള്ള വിഷയങ്ങളെ അധികരിച്ചാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് നിന്നും ഉമാദേവി എന്ന പ്രേക്ഷക അവരുടെ മകളായ ശരണ്യയുടെ ജാതക സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ ജാതകത്തിൽ 7-ൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഈ അടുത്ത കാലത്ത് ജാതക പരിശോധനയ്ക്കായിട്ടൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ ചൊവ്വാദോഷമില്ല എന്നും പറഞ്ഞു. അപ്പോൾ ആദ്യം ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയുകയും പിന്നീട് ഇല്ല എന്ന് പറഞ്ഞതോടും കൂടി ഇവർക്ക് വല്ലാത്തൊരു അവസ്ഥയായി. ഇതെന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ വേണ്ടിയാണ് കത്തയച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ ജാതകം ഞാൻ പരിശോധിച്ചു. ശരണ്യ 4/5/1998 7:15 PM മകം നക്ഷത്രത്തിലാണ് ജനനം. മകം നക്ഷത്രത്തിൽ ജനിച്ച ഈ കുട്ടിയുടെ തുലാലഗ്നമാണ്. ലഗ്നം രേഖപ്പെടുത്തുന്നത് ലാ എന്നാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പല വീഡിയോയിലും മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആ ലഗ്നം തുലാലഗ്നത്തിൻ്റെ 7ാം രാശിയായ മേടത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ചൊവ്വ 7-ൽ നിൽക്കുന്നു. പൊതുവെ ചൊവ്വാദോഷമുണ്ട് എന്ന് പറയാം. ഈ ചൊവ്വാദോഷം ഗണിക്കപ്പെടേണ്ടത് വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം 8 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചൊവ്വാദോഷം ഇല്ലാതാകുന്നുണ്ട്. അതായത് ചൊവ്വയ്ക്ക് 2 സ്വക്ഷേത്രങ്ങളുണ്ട്. അത് മേടവും വൃശ്ചികവുമാണ് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങൾ. അപ്പോൾ 7-ലോ 8-ലോ ചൊവ്വ നിൽക്കുകയാണ്. അത് മേടത്തിലോ വൃശ്ചികത്തിലോ ആണെന്നുണ്ടെങ്കിൽ ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. ഇനി എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവുമുണ്ട്. ചൊവ്വയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാണ്. ഇപ്പോൾ 7-ലോ 8-ലോ ചൊവ്വ നിന്നിട്ട് മകരത്തിലാണെന്നുണ്ടെങ്കിലും ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. മകരൻ രാശിയുടെ 7ാം രാശിയായ കർക്കിടകൻ രാശിയാണ് ചൊവ്വയുടെ നീചരാശി. അവിടെ ചൊവ്വ നിന്നാലും 7-ലോ 8-ലോ നിന്ന് കഴിഞ്ഞാലും ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. ഇപ്പം 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നുണ്ടെങ്കിൽ വ്യാഴത്തിന് 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. ഇപ്രകാരം 7-ലോ 8-ലോ നിൽക്കുന്ന ചൊവ്വയിൽ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. ഇനി മൗഢ്യം ഉണ്ടെങ്കിലും ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യനെ രേഖപ്പെടുത്തുന്നത് രവി എന്നാണ്. ആദിത്യൻ്റെ കൂടെ ചൊവ്വ നിൽക്കുന്നു. ചൊവ്വയെ കൂ എന്നാണ്, കുജൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. കൂ എന്നാണ് ഗ്രഹനിലയിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ രായും കൂയും, അതായത് ആദിത്യനും ചൊവ്വയും ഒരു രാശിയിൽ വരികയാണെങ്കിലും ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. ഇപ്പോൾ 6 കണ്ടീഷൻസായി. ഇനിയുള്ളത് കർക്കിടക ലഗ്നം, ചിങ്ങലഗ്നം. കർക്കിടകം, ചിങ്ങം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചാലും ചൊവ്വാദോഷം ഗണിക്കപ്പെടാൻ പാടില്ല. പക്ഷെ ഇന്നിപ്പോൾ പല പെൺകുട്ടികളുടെയും വിവാഹാലോചനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് ഇത് വേണ്ട രീതിയിൽ ഗണിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം പല പാരൻസും കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് പൊരുത്തം നോക്കാനും മറ്റുമൊക്കെ പൊതുവെ വരാറുള്ളത്. അപ്പോൾ ഈ 8 കണ്ടീഷൻസ് മാറ്റി വെച്ചിട്ട് വേണം ചൊവ്വാദോഷം ഉണ്ടോ എന്ന് പറയാൻ. ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തുലാം ലഗ്നവും തുലാം ലഗ്നത്തിൻ്റെ 7ാം രാശിയായ മേടത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ 7-ൽ ചൊവ്വ നിൽക്കുന്നു. എന്നാൽ ചൊവ്വ യോഗകാരകനായിട്ടാണ് നിൽക്കുന്നത്. അതായത് പഞ്ചമഹാപുരുഷ
യോഗങ്ങളിൽ ഒന്നായ രുചക മഹായോഗം പ്രദാനം ചെയ്താണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല ദാമ്പത്യവും ഒപ്പം വിവാഹശേഷം അഭിവൃദ്ധിയും എല്ലാം വന്നു ചേരുന്ന ജാതകമാണ്. ഈ കുട്ടിക്ക് ചൊവ്വാദോഷമില്ല എന്നുള്ള കാര്യം മാന്യ പ്രേക്ഷക മനസ്സിലാക്കുക. ഇനി ചൊവ്വാദോഷം ഉണ്ടെന്ന് കരുതിയിട്ട് ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇപ്പം 7-ലോ 8-ലോ ചൊവ്വ ഉണ്ടെന്നുണ്ടെങ്കിൽ 7-ലോ 8-ലോ ചൊവ്വയുള്ള ഒരു പുരുഷ ജാതകം യോജിപ്പിക്കണം. യോജിപ്പിക്കുമ്പോൾ ഈ 8 കണ്ടീഷൻസ് പ്രത്യേകം നോക്കണം. അപ്പം അതുകൊണ്ട് ചൊവ്വാദോഷത്തെ നിങ്ങളിങ്ങനെ ഭയപ്പെടേണ്ട യാതൊരുവിധ കാരണങ്ങളുമില്ല. അതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ വിവാഹമൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ചൊവ്വാദോഷം പോലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് ശരിക്ക് തീർച്ചപ്പെടുത്തിയിട്ട് വേണം വിവാഹാലോചനകൾ നടത്താൻ. 7-ൽ ചൊവ്വയുണ്ട് അല്ലെങ്കിൽ 8-ൽ ചൊവ്വയുണ്ടെന്ന് കരുതിയിട്ട് ചൊവ്വാദോഷം ഉള്ള പുരുഷജാതകങ്ങളും അല്ലെങ്കിൽ സ്ത്രീജാതകങ്ങളും നോക്കി നടക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സംശയങ്ങൾ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന അയച്ചാലും മതിയാകും. പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോയിലൂടെയും അല്ലാതെ പേഴ്സണലായിട്ടും മറുപടി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.